സാത്താനാരാധന സംഘത്തിൽ നിന്നും വിരമിച്ചതായും ക്രൈസ്തവ മതം പുലുകിയതുമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സാത്താൻ സംഘത്തിന്റെ നേതാവായിരുന്ന റയൻ സ്വീഗ്ലാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത്. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലും ക്രൈസ്തവ മതത്തിലെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചതായുള്ള സൗത്ത് ആഫ്രിക്കയിലെ ആദ്യ സാത്താനാരാധന സംഘടനയായ സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ചിന്റെ സഹസ്ഥാപകന്റെ സാക്ഷ്യം സമൂഹമാധ്യമങ്ങളിൽ വന്നത് ജൂലൈ 4-നായിരുന്നു. മനസ്സ് തകർത്ത നിരാശയുടെയും വേദനയുടെയും അവസ്ഥയിൽ താൻ സാത്താൻ സംഘത്തിൽ പെട്ടുപോകുകയായിരുന്നുവെന്നും യേശുക്രിസ്തുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയായിരുന്നുവെന്നും സ്വീഗ്ലാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ഓർത്തെടുക്കുന്നുണ്ട്. ക്രിസ്തുവിനെ നിഷേധിച്ചിട്ടും ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിച്ചിട്ടും ക്രൈസ്തവർ തന്നോട് പുലർത്തിയ വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും സ്വീകാര്യതയും തന്നെ സ്വാധീനിച്ചതായി അദ്ദേഹം തുടർന്ന് വിവരിക്കുന്നു. എങ്കിലും സാത്താനാരാധന ആചാരങ്ങൾ നടത്തുന്നത് താൻ തുടർന്നുവെന്നും അപ്പോഴാണ് യേശു നേരിട്ട് തനിക്ക് മുന്നിൽ പ്രത്യക്ഷനായതെന്നും സ്വീഗ്ലാർ വീഡിയോയിൽ പറയുന്നു. And Jesus appeared. And I was extremely cocky. And I said, whatever. If you are Jesus, you need to prove it. And he flooded me with the most beautiful love and energy. And I recognized it. എന്തെന്നില്ലാത്ത സ്നേഹവും അസാധാരണമായ ഊർജവും തന്നിൽ തത്സമയം നിറഞ്ഞതായും ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ സ്നേഹം താൻ അനുഭവിച്ചതായും സ്വീഗ്ലാർ വിവരിച്ചത് കണ്ണുനീരോടെയായിരുന്നു. തന്റെ കുറവുകളും തെറ്റുകളും ഒന്നും കണക്കിലെടുക്കാതെ തനിക്ക് നേരെ തുറക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ വാതിലുകൾ തന്നെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തിയതായും സ്വീഗ്ലാർ പങ്കുവച്ചു. ഏവരെയും ആലിംഗനം ചെയ്യുന്ന ദൈവകൃപയുടെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെപ്പറ്റിയും സ്വീഗ്ലാർ വിവരിച്ചു. അതേസമയം ജൂൺ 29-ന് സംഘത്തിൽ നിന്നുള്ള സ്വീഗ്ലാറിന്റെ അംഗത്വ വിരമിക്കൽ സ്ഥിരീകരിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ സാത്താനിക് ചർച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു. ക്രിസ്തുവുമായുള്ള തന്റെ വ്യക്തിബന്ധത്തിന്റെ കൂടുതൽ വിവരണങ്ങളുമായി തന്റെ ക്രൈസ്തവ സാക്ഷ്യം താൻ സജീവമായി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാണ് സ്വീഗ്ലാർ വീഡിയോ ഉപസംഹരിച്ചിട്ടുള്ളത്.